Hello, Namaskaram and welcome to another episode of Life Unedited. കുറച്ച് വെള്ളം കുടിക്കട്ടെ. എത്ര പറഞ്ഞതിന് ക്ഷീണത്തിനല്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഡെലിവറി കഴിഞ്ഞ ആ സമയം തൊട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പോസ്റ്റ് പ്രഗ്നൻസി വെയിറ്റ് ഗെയിൻ കൺട്രോൾ ചെയ്യാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അശ്വതി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആ ടിപ്സ് ഞങ്ങൾക്കും കൂടെ പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു തോന്നുന്നത് ഇച്ചിരി വണ്ണം കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ വണ്ണം കുറച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എനിക്ക് ഇൻബോക്സിൽ വരുന്ന മെസ്സേജ്. അപ്പം ഞാൻ ചില സത്യങ്ങൾ തുറന്നു പറയാൻ കൂടി വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. നമ്മളൊരു 8-9 മാസം കൊണ്ട് ഗെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇത്രയും വലിയൊരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ നമുക്ക് അത്രയൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നത്. ഈ വെയിറ്റ് ഗെയിനും ഈ മമ്മി ടമ്മിയും ഒക്കെ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്കും കളയണ ഒരു മാജിക്കും ഈ ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ദാറ്റ്സ് നോട്ട് ഹെൽത്തി. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും വേണ്ടി ഭയങ്കര അഗ്രസീവായിട്ട് അതിൻ്റെ പിന്നാലെ പോവാതിരിക്കുകയാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 6 മാസക്കാലവും വേറെയുള്ള യാതൊരു ഡയറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു കാര്യത്തിൻ്റെ പിന്നാലെയും പോയിട്ടില്ല. ഐ വാസ് കോൺസെൻട്രേറ്റിംഗ് എക്സ്ക്ലൂസീവ്ലി ഞാൻ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റൈലൊക്കെ സെലക്ട് ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ മനസ്സിന് സന്തോഷം തരുന്നതും ശരീരത്തിന് നല്ലതുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാം കഴിച്ച് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ വണ്ണത്തിനെ കുറിച്ച് ഒട്ടും ബോധേഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ വെയിറ്റ് ഒക്കെ കൂടെ എപ്പോൾ ഞാൻ കുറയ്ക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നു അതിനെ കഴിഞ്ഞും കൂടുതൽ ടെൻഷൻ എൻ്റെ നാട്ടുകാർക്കായിരുന്നു, ഇതൊക്കെ എങ്ങനെ കുറയ്ക്കും എന്ന് ഓർത്തിട്ട്. പക്ഷേ നമ്മൾ ഈ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലറി ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദുബായിലൊക്കെ പോയിട്ട് ഞാൻ കഴിച്ച ഫുഡിന് കയ്യും കണക്കുമില്ല. ഒരു 1.5 മാസം അവിടെ നിന്ന് ഫുഡ് തന്നെയായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് ഒരു കിലോ പോലും വെയിറ്റ് ഗെയിൻ ഉണ്ടായില്ല. അതായത് പ്രഗ്നൻസി കഴിഞ്ഞൊരു 2 months കൊണ്ട് എത്തി നിന്ന് ആ വെയിറ്റ് അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ 6 months ആയി കമലിക്ക് നമ്മൾ കോംപ്ലിമെൻ്ററി ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. മേജർ സോഴ്സ് ഇപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിൽ പോലും അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തു തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമ്മുടെ ഈ ഒരു മമ്മി ടമ്മിയൊക്കെ കളഞ്ഞ് നമ്മൾ ബാക്ക് ടു സ്ക്രീനൊക്കെ വരേണ്ടതല്ലേ. അപ്പോൾ അതായത് ഇതിൻ്റെ പ്രൊഫഷനും കൂടെ വളരെ അത്യാവശ്യമായതുകൊണ്ട് നമ്മളൊന്ന് ബോഡിയൊക്കെ ഒന്ന് ടോൺ ചെയ്തെടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ച് പതുക്കെ ഒരു ഡയറ്റൊക്കെ ഒന്ന് മാറ്റാം എന്നൊക്കെയുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഡയറ്റ് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിദഗ്ധ അഭിപ്രായം സ്വീകരിച്ചിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാവുള്ളൂ. എന്തെങ്കിലും ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ഡയറ്റുകളും പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇൻ്റർനെറ്റിൽ കാണാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ബ്ലൈൻഡായിട്ട് ഓക്കെ ഇതങ്ങ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ളൊരു ഫാസ്റ്റിംഗ് എടുത്ത് കളയാം, അത് ചെയ്യാം. ലൈക്ക് ദാറ്റ്സ് നോട്ട് ഗുഡ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു സമയത്ത് പുതിയ അമ്മമാർക്ക് അത് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ഡയറ്റീഷ്യൻ, ഒരു ന്യൂട്രീഷനിസ്റ്റ് അവരുടെയൊക്കെ സഹായത്തോടു കൂടി കൃത്യമായിട്ടുള്ള ഡയറ്റ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് ഒരു വർക്കൗട്ട് പാറ്റേണിലേക്കൊക്കെ വരിക, ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പരിചയപ്പെട്ട ഒരു സംഭവമാണ് ATP ഫിറ്റ്നസ് പ്രോഗ്രാം, അതായത് എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. ഇപ്പം എങ്ങനെയാണ് ഞാൻ അതുമായിട്ട് മുന്നിലേക്ക് പോകുന്നത്, എൻ്റെ ലൈഫ് സ്റ്റൈൽ അതുമായിട്ട് എങ്ങനെയാണ് ഞാൻ സിങ്ക് ചെയ്ത് പോകുന്നതെന്നൊക്കെ കൂടെ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ പല ഇതുപോലുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാമുകളിലൊക്കെ എൻ്റർ ചെയ്യുമ്പോഴേക്കും അവർ ഒരു സെറ്റ് പാറ്റേണിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഉച്ചക്കത്തെ ചോറ് കട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചപ്പാത്തി ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെജിറ്റബിൾ സാലഡ്സ് ഈ സമയത്ത് കഴിക്കുക. ഒരു സെറ്റ് പാറ്റേണിലുള്ള സാധനങ്ങളായിരിക്കും എപ്പോഴും നമുക്ക് തരാറുള്ളത്. അപ്പോൾ ATPയുടെ കാര്യത്തിൽ എനിക്കൊരു സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് ആദ്യം നമ്മളെടുത്ത് സംസാരിക്കുന്ന ഒരു സെഷനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എല്ലാ ഹെൽത്ത് കണ്ടീഷൻസും ഒക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മീൽ പ്ലാനാണ്. അത് ശരിക്കും അതിന് വേണ്ടി സമയം എടുത്ത് എഫേർട്ട് എടുത്ത് അവർ മീൽ പ്ലാൻ ഉണ്ടാക്കി തരാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ATP ഒരിടത്ത് ടാഗ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഒരു കസിൻ അതിനകത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ ഷീ വാസ് സേയിങ്, ആദ്യത്തെ ഒരു ഫോൺ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് പറയുക, ചേച്ചി അവരെൻ്റെ അടുത്ത് ബ്ലഡ് റിപ്പോർട്ട്സ് ഒക്കെ ചോദിച്ചു, എന്നിട്ടാണ് അവർ സജസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് ഷീ വാസ് വെരി ഹാപ്പി ബിക്കോസ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അവൾക്കും ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ATPയുടെ കാര്യത്തിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനുള്ള ക്വാളിറ്റി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ATPയുടെ വലിയൊരു ഹൈലൈറ്റ്. ഈ നടപ്പെന്ന് പറയുന്നത് ഒരു സമയത്ത് എൻ്റെ ലൈഫിൽ ഭയങ്കര കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അതായത് നമ്മൾ ഫിറ്റ്നസ് ബാൻഡിലൊക്കെ നോക്കിയിട്ട് കറക്റ്റ് 10,000 സ്റ്റെപ്സ് ഒക്കെ ഒരു ദിവസം വെക്കാൻ പാകത്തിന് അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരുന്നതാണ്.
പിന്നെ അതെല്ലാം കംപ്ലീറ്റ് മുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ATP പ്രോഗ്രാമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവർ നമ്മളോട് ഈ ഒരു കോൺസ്റ്റൻറ്റ് മൂവ്മെൻറ്റ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഏകദേശം ഇത്രയും സ്റ്റെപ്പ് നമ്മൾ നടന്നിട്ടുണ്ടാവണം എന്നുള്ളത്. അതിപ്പോൾ പുറത്തെവിടെയെങ്കിലും നമ്മൾ വീടിനുള്ളിൽ ഇപ്പോൾ നമ്മൾ ജോഗ് ചെയ്യുമോ അല്ലെങ്കിൽ വീടിനുള്ളിൽ നമ്മൾ ട്രെഡ്മില്ലിൽ നടക്കുന്നത് പോലെയല്ല, നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ ബ്രീത്ത് ചെയ്ത് അങ്ങനെ ഒരു ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് നടക്കാനാണ് അതാണ് അവർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതേ ഞാനിങ്ങനെ വാച്ചിൽ കൗണ്ട് ചെയ്ത് ചില ദിവസം വൈകിട്ടൊന്നും ആകുമ്പോഴേക്കും നമുക്ക് 10,000 സ്റ്റെപ്പ് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ടെൻഷൻ വരും. എന്നിട്ട് നമ്മൾ ആ ചുറ്റുവട്ടത്തോടെ ഒക്കെ നടന്നിട്ടാണെങ്കിലും ഇതിനകത്ത് 10,000 യുവർ ടുഡേയ്സ് ഗോൾ റീച്ച്ഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷം വരും. അപ്പോൾ ഈ ഒരു നടപ്പ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ആ ബോഡി നമുക്ക് ആ ഒരു എനർജി, ആ ഒരു വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യണം. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഗുഡ് ഫീലാണ് കേട്ടോ തരുന്നത്. ഞാൻ പണ്ട് റെഗുലറായിട്ട് ജിമ്മിൽ പോയിട്ട് ഒരു ട്രെയിനറിനെയൊക്കെ വെച്ച് വർക്കൗട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം പെട്ടെന്ന് അങ്ങ് നിന്ന് പോയത് നമ്മുടെ ഈ കോവിഡൊക്കെ വന്നതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ജിമ്മിൽ പോയിട്ടുള്ള വർക്കൗട്ടൊക്കെ ഇങ്ങനെ നിന്ന് അപ്പോൾ അതൊക്കെ നമ്മളിത് വീട്ടിലേക്കും അല്ലെങ്കിൽ വീടിൻ്റെ പ്രമൈസസിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചുരുങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൺലൈനിലൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഒരാൾ പറഞ്ഞു തന്ന് ചെയ്യിപ്പിക്കുമ്പോൾ വലിയൊരു പ്രശ്നം തോന്നുന്നില്ല. നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണോ അപ്പോൾ നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടുത്തെ നമ്മുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കുന്നു എന്നുള്ളതാണ് ATP പ്രോഗ്രാമിൽ ഞാൻ കണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഒരു ട്രെയിനറും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഒരാൾ ഒരു സൈഡിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് പലർക്കും ഈ ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവുള്ളൂ. ഓൺലൈനിൽ നമുക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ ആ സമയത്ത് അതിപ്പോൾ നമ്മുടെ വീട്ടിലായിക്കോട്ടെ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഓൺലൈനിലായതുകൊണ്ട് നമുക്ക് ഈ വർക്കൗട്ട് മുടങ്ങാതെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരാൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ മോണിറ്റർ ചെയ്യുന്നു, എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പോസ്റ്റേഴ്സിലൊക്കെ ആണെങ്കിൽ പോലും എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു തരുന്നു. ആൻഡ് നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മളെ ടോൺ ചെയ്യാൻ, വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ ഈ വെയിറ്റ് ഉണ്ടല്ലോ, ഇത് കുറയുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോഴാണല്ലോ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുക. ഞാൻ എന്താ ഇന്നിപ്പം എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിലായിരിക്കും. ഇന്നൊരു വെനസ്ഡേ ആണ്, ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊരു വെനസ്ഡേ ആണ്. അപ്പോൾ നെക്സ്റ്റ് വെനസ്ഡേ ആകുമ്പോഴേക്കും ഇനി നമ്മൾ വെയിറ്റ് മോണിറ്റർ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് അവർ ഇനി എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു സൂം കോളിൽ നമുക്കൊരു മീറ്റിംഗ് തരും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ചിലർക്ക് ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് പെട്ടെന്നൊരു വെയിറ്റ് ഷെഡ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഇതങ്ങ് സ്റ്റാൻഡ് സ്റ്റില്ലാവും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. എനിക്കൊക്കെ മിക്കപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന പാറ്റേണിലും അല്ലെങ്കിൽ നമ്മുടെ ഫുഡ്, നമ്മുടെ ഡയറ്റിലൊക്കെ നമ്മൾ ചില ചേഞ്ചസ് വരുത്തിയാലാണ് പിന്നെ വീണ്ടും അവിടെ നിന്ന് ഒരു അനക്കം വെക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞു തരാനും ഇതുപോലെ ഈ വീക്ക്ലി ഇങ്ങനെ മോണിറ്റർ ചെയ്യാനും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ കേട്ട ഒരു വലിയൊരു നല്ല പോയിന്റും അതാണ്. അപ്പോൾ വീക്ക്ലി ഉള്ള ഒരു വെയിറ്റ് ചെക്ക്, വെയിറ്റ് മോണിറ്ററിംഗ് ആണ് ATP പ്രോഗ്രാമിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇതിനു മുമ്പും ഒരുപാട് പേര്, ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും പല ആളുകളുടെയും പ്രൊഫൈലിൽ ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, ATP പ്രോഗ്രാം. പക്ഷെ അപ്പോഴും ഞാനിതിലേക്ക് വരണോ, ഞാനിത് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാര്യം ഇതിപ്പോൾ ഈ ഓൺലൈനിൽ കൂടെ ഒക്കെ ആകുമ്പോൾ എത്രത്തോളം നമുക്ക് അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലാണല്ലോ, ഓൺലൈനിൽ കൂടെ ആകുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അത്തരം തോട്ട്സ് ഒക്കെ റോങ് ആയിരുന്നു. അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഞാനിത് മേക്ക് ഷുവർ ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത്. നമ്മൾ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പോസ്റ്റ് പ്രഗ്നൻസി വെയിറ്റ് ഗെയിൻ ഷെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സായിട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ സൈസ് 0 മാറുക, അതൊന്നും അല്ല എൻ്റെ ടാർഗറ്റ്. എനിക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം. സ്ക്രീനിൽ അപ്പിയർ ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഈ താഴെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യും, അയ്യോ തടിച്ചല്ലോ, ഈ കമൻറ്റുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ചൊന്ന് എൻ്റെ ആ ഒരു BMI കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ പർപ്പസ്. അപ്പോൾ ഞാനത് അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ അതായത് എനിക്ക് വേണ്ടിയിട്ട് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ളൊരു പ്ലാനാണ് അവർ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. അപ്പോൾ ഒരാളുടെ ബോഡി പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ ബോഡി, ഒരാളുടെ ടാർഗറ്റ് ആയിരിക്കില്ല മറ്റൊരാളുടെ ടാർഗറ്റ്, ഒരാളുടെ വർക്ക് പാറ്റേൺ ആയിരിക്കില്ല മറ്റൊരാളുടെ. അപ്പോൾ ഇതിനൊക്കെ അനുകൂലമാകുന്ന തരത്തിൽ നമുക്ക് വേണ്ടിയിട്ടൊരു ലൈഫ് സ്റ്റൈല് അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അവർ ശരിക്കും പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇതാണ് ഞങ്ങളുടെ പ്രോഗ്രാം, അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് എല്ലാവരും ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം, എല്ലാവരും ഇങ്ങനത്തെ ഫുഡ്, ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്
പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തു തരുന്നത്. ആൻഡ് അത് കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമാവുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ATPയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയൊക്കെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കൂപ്പൺ കോഡ് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. സോ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ ഹാവ് എ ഹെൽത്തി ലൈഫ്, ഹാവ് എ ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ്.